നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കാൻ വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്ന സിപിഎമ്മിന്റെ അടിവേരിളകി. വൈക്കം മുൻ എംഎൽഎയും മുതിർന്ന സിപിഐ നേതാവുമായ കെ അജിത് ബിജെപിയിൽ ചേർന്നിരിക്കുകയാണ്. നിലപാടുകൾ അജഗജാന്തരമായ ബിജെപിയിലേക്ക് സിപിഐ നേതാവ് കടന്നു ചെല്ലണമെങ്കിൽ അടിത്തറ തകർന്നുവെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ബിജെപി അംഗത്വം നൽകി അജിത്തിനെ പാർട്ടിയിലേക്ക് എത്തിച്ചത്. ബിജെപി ആസ്ഥാനമായ മാരാർജി ഭവനിൽ വെച്ചായിരുന്നു സ്വീകരണ പരിപാടി. 2006-2011 വർഷങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച തുടർച്ചയായി 2 വട്ടം വൈക്കം എംഎൽഎ ആയിരുന്നു. സിപിഐ വൈക്കം മണ്ഡലം കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറിയായും കോട്ടയം ജില്ലാ കൗൺസിൽ അംഗമായും പ്രവർത്തിച്ചു വരികയായിരുന്നു കെ അജിത്. അതായത് കോട്ടയം ജില്ലയിലെ വൈക്കം പ്രദേശത്ത് സ്വാധീനമുള്ള ഒരു എംഎൽഎ മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറാൻ തീരുമാനിക്കണമെങ്കിൽ ഈ പാർട്ടി പ്രവർത്തനം കൊണ്ട് കേരളത്തിനോ സിപിഎമ്മിനോ ഗുണമില്ലെന്ന തിരിച്ചറിവ് തന്നെയാണ്. സ്വർണ്ണക്കൊള്ളയും ആഗോള അയ്യപ്പ സംഗമത്തിലെ തട്ടിപ്പും ഭരണവിരുദ്ധ വികാരവും തിരഞ്ഞെടുപ്പിൽ പ്രതിസന്ധിയാകുമ്പോൾ സഖാക്കൾ പോലും മാറി ചിന്തിച്ചു കഴിഞ്ഞു. വരാനിരിക്കുന്ന കേരളത്തിന് വയനാട് ടൗൺഷിപ്പിലൂടെ 178 വീടുകൾ നിർമ്മിച്ചു നൽകിയെന്ന് കൊട്ടിഘോഷിക്കുന്ന ഇടത് സർക്കാരിന് സിറ്റിംഗ് എംഎൽഎ പോലും പാർട്ടിയിൽ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ലെന്ന് പാർട്ടിയുടെ ഗതികേട് തന്നെയാണ്. ഇന്ന് സിപിഐ നേതാവിന് പുറമെ ബിഗ് ബോസ് താരം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ബിജെപിയിൽ അംഗത്വമെടുത്തു. മാരാർജി ഭവനിൽ വെച്ച് തന്നെയായിരുന്നു പരിപാടി. നേരത്തെ ബിഗ് ബോസ് വിജയ് അഖിൽ മാരാർ NDA സഖ്യകക്ഷിയായ 2020-ൽ ചേർന്നിരുന്നു. അതേസമയം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റോബിൻ രാധാകൃഷ്ണൻ മത്സരിക്കുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. തിരുവനന്തപുരം സ്വദേശിയായ റോബിൻ ഡോക്ടർ എന്ന നിലയിലും ഇൻഫ്ലുവൻസർ എന്ന നിലയിലുമാണ് ശ്രദ്ധേയനായത്. സിപിഎമ്മിലെ നിലവിലെ സ്ഥിതി ദയനീയമെന്ന് തെളിയിക്കുന്നതാണ് സിപിഐ നേതാവിന്റെ ചൂടുമാറ്റം. കേരളത്തിൽ ഇനി സിപിഎം വാഴില്ലെന്ന് ഓരോ സഖാക്കളുടെ നീക്കങ്ങളിൽ നിന്നും കേരളം തിരിച്ചറിയുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിനേൽക്കുന്ന കനത്ത തിരിച്ചടിയുടെ ആഘാതത്തിന്റെ ആഴം മാത്രം സഖാക്കൾക്ക് പോലും നിർവചിക്കാനാവില്ല.